ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ച ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് റോഡിൻ്റെ സൈഡിൽ ഒരു ചേട്ടൻ ഇങ്ങനെ താറാവ് കുഞ്ഞുങ്ങളെ വിറ്റുകൊണ്ട് നിൽക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ, ചുറ്റും ഹെവി ട്രാഫിക്, വലിയ വലിയ വണ്ടികൾ ഇങ്ങനെ ചീറിപ്പായുകയാണ്, ഭയങ്കര ബഹളം. ആ കുഞ്ഞു താറാവുകൾ ശരിക്കും ഒരു പാനിക് ആകേണ്ട ഒരു സിറ്റുവേഷൻ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്നുള്ളത് ആ വിൽക്കുന്ന വ്യക്തിയുടെ ഡെഡിക്കേഷനാണ്. അതായത് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ആ ഒരു ചെറിയ വടി ഉപയോഗിച്ച് ആ കുഞ്ഞുങ്ങളെ ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു സെക്കൻഡ് പോലും ആ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. ഒരു വണ്ടി വരുമ്പോൾ അവ പേടിച്ച് ഓടുവാനായിട്ട് തുടങ്ങുമ്പോഴേക്ക് അദ്ദേഹം ആ വടി കൊണ്ട് അവയെ വളരെ ജെന്റിലായിട്ട് തടഞ്ഞ് ഒരു സുരക്ഷിതമായ സർക്കിളിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യം, നമ്മുടെ ലൈഫ് ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണല്ലേ. അതായത് നമ്മളും പലപ്പോഴും ലൈഫിലെ ട്രാഫിക്കിലും പ്രോബ്ലംസിലും പെട്ട് എങ്ങോട്ടൊന്നുമില്ലാതെ പാനിക്കായിട്ട് ഓടുവാൻ നോക്കാറുണ്ട്. വി ഫീൽ സ്കെയർഡ്, ആങ്ഷ്യസ് ആൻഡ് ലോസ്റ്റ്. പക്ഷെ അവിടെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് കെയർ ടേക്കറായ ദൈവത്തിൻ്റെ മനോഹരമായ ആ റോൾ അവിടെ കടന്നു വരുന്നത്. ആ വ്യക്തി താറാവ് കുഞ്ഞുങ്ങളിൽ നിന്ന് കണ്ണെടുക്കാത്തതുപോലെ ദൈവം നമ്മൾ ഓരോ സെക്കൻഡ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വഴി തെറ്റിപ്പോകാതെ വണ്ണം, അപകടങ്ങളിൽ ചെന്ന് പെടാതെ വണ്ണം ദൈവം നമ്മെ ഓരോ നിമിഷവും സംരക്ഷിക്കുന്നു. ശരിയല്ലേ? നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണെന്ന്, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും നമ്മുടെ മേലുണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. ആ താറാവ് കുഞ്ഞുങ്ങൾക്ക് ആ വ്യക്തിയുടെ സാമീപ്യം എങ്ങനെയാണോ ധൈര്യം കൊടുക്കുന്നത്, അതുപോലെ വേണം ദൈവത്തിൻ്റെ കരുതലിനെ നാം കാണുവാനായിട്ട്. സോ ഡോണ്ട് വറി അബൌട്ട് ദ പ്രോബ്ലംസ് അറൗണ്ട് യു. ദൈവം നമ്മെ ഒരിക്കലും കൈവിടാനായിട്ട് പോകുന്നില്ല. നമ്മൾ ആ താറാവ് കുഞ്ഞുങ്ങളെ പരിപാലിച്ച വ്യക്തിയേക്കാൾ എത്രയോ അധികമായി ദൈവം നമ്മെ കരുതുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. സോ stay peaceful and stay blessed and God bless.